അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 9. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ ഖുർആൻ നാം അവതരിപ്പിച്ചത് സൂറത്തു തൗബയുടെ 128 വചനത്തിന്റെ മുൻഭാഗങ്ങളാണ്. അതിന്റെ ഏറ്റവും അവസാന ഭാഗമായ ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്നതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മൊത്തം മനുഷ്യരോട് കൃപയും സ്നേഹവും സഹതാപവുമൊക്കെയുള്ളയാളായിരുന്നു എന്ന് വളരെ വിശാലമായ തോതിൽ നമുക്ക് കേൾക്കാനും അറിയാനും സാധിച്ചു. എങ്കിൽ അവിടുത്തെ പാർട്ടി പ്രവർത്തകരായ സ്വന്തം അനുയായികളോട്, വിശ്വാസികളോട് ഹബീബ് അതിരുകളില്ലാത്ത, പരിധികളില്ലാത്ത കരുണക്കടലായിരുന്നു. ഇതാണ് ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. സ്വന്തം പാർട്ടി പ്രവർത്തകരോട് അവിടുന്ന് നിസ്തുലനായ കരുണാമയനായിരുന്നു, റഊഫുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരിൽ ആരാണ് ക്ഷീണിച്ചവരെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് അതവർ പറയാതെ തന്നെ മുഖത്തു നോക്കി വായിച്ചെടുത്തുകൊണ്ട് അവർക്ക് വേണ്ട പരിഹാരങ്ങൾ നൽകുകയും സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ ഹ്രസ്വമായ സമയങ്ങളിൽ അതെല്ലാം കൂടെ വിശദീകരിക്കാൻ കഴിയില്ല. ഒരു ചെറിയ സംഭവം മാത്രം ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുന അബു വളരെ വിശന്ന് വലഞ്ഞ് ഒരു വഴിയിലിരിക്കുന്നു. അഭിമാനബോധം കൊണ്ട് ആരോടും വിശക്കുന്നുണ്ടെന്ന് തുറന്നു പറയില്ല. ആരെങ്കിലും കണ്ടറിഞ്ഞ് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതെ എന്ന ഭാഷയിൽ തലയാട്ടണം. അവരുടെ കൂടെ പോയി ഭക്ഷണം കഴിക്കണം. വഴിയിൽ കാത്തിരിക്കുന്ന അബൂ ഹുറൈറയുടെ അടുത്തേക്ക് ആദ്യമായി വന്നത് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. വന്നു, സലാം ചൊല്ലി കുശലാന്വേഷണം നടത്തി. വീണ്ടും സലാം പറഞ്ഞ് യാത്ര പിരിയും ചോദിക്കുമ്പോൾ പോകുന്ന അബൂബക്കർ സിദ്ദീഖിനെ തിരിച്ചു വിളിച്ച് വത്തീനി വസ്സൈത്തൂനിയുടെ തഫ്സീർ ചോദിച്ചു. തഫ്സീർ അറിയാനായിരുന്നില്ല ഈ മടക്കി വിളിച്ചുള്ള അന്വേഷണം. മറിച്ച് തന്റെ കണ്ടമിടറുന്നത് കേട്ട് തന്റെ വിശപ്പ് തിരിച്ചറിയണമെന്ന് കരുതിയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് വന്നു, തിരിച്ചു വന്ന് വത്തീനി വസ്സൈത്തൂനിയുടെ തഫ്സീർ വിശദമായി നൽകി. വീണ്ടും യാത്ര പറഞ്ഞ് സലാം ചൊല്ലിയപ്പോൾ നിരാശനായിരിക്കുന്ന അബൂ ഹുറൈറ രണ്ടാമത് കാണുന്നത് തന്റെ അടുത്തുകൂടെ വരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ തന്നെ ചെയ്തു. വീണ്ടും വിളിച്ച് അദ്ദേഹത്തിനും ഒരു അവസരം കൊടുത്തു. വത്തീനി വസ്സൈത്തൂനിയുടെ തഫ്സീർ തന്നെ അദ്ദേഹത്തോടും ചോദിച്ചു. അപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അദ്ദേഹവും സലാം ചൊല്ലിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി മൂന്നാമതായി ഹബീബ് അത് ചോദിക്കണമെന്ന് പോലും ഞാൻ താല്പര്യപ്പെട്ടിട്ടില്ല, അബൂ ഹുറൈറ പറയുന്നു. കാരണം ഹബീബിന്റെ പൂമുഖം കണ്ടാൽ തന്റെ വിശപ്പ് മാറും. പക്ഷേ മുത്തുനബി വന്ന് സലാം ചൊല്ലി ആദ്യം എന്നോട് ചോദിച്ചത്, എന്താണ് അബൂ ഹുറൈറ, വല്ലാത്ത ഒരു ക്ഷീണം, ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? ഞാൻ പൊട്ടിയങ്ങ് കരഞ്ഞു, നബിയെ, ഈ ഒരു നല്ല വാക്കിന് വേണ്ടിയാണ് ഈ പാവപ്പെട്ടവൻ ഈ വഴിയിലിറങ്ങി ഒരുപാട് സമയമായിരിക്കുന്നു. പക്ഷെ എന്നോടിത് ചോദിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയുന്ന മനുഷ്യ സ്നേഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ് തങ്ങളെ അതിന് കഴിഞ്ഞതും. അങ്ങനെ മുത്തുനബി കൈപിടിക്കുന്നു. അബൂ ഹുറൈറ, ഭക്ഷണം കഴിച്ചില്ലെന്ന് പറഞ്ഞ് ഈ പെരുവഴിയിലിരുന്നിട്ട് പരിഹാരമാകുമോ? എഴുന്നേൽക്ക. കൈയും പിടിച്ചു കൊണ്ടുപോയി തന്റെ വീട്ടുകാരോട് ചെന്ന് ചോദിക്കുന്നു, ഹൽ ഇൻദകും മിൻ ഷൈ, ഇവിടെ വല്ലതുമുണ്ടോ? അവർ പറഞ്ഞു, അങ്ങേക്ക് വേണ്ടി ഹദിയയായി ലഭിച്ച ഒരു കപ്പ് പാലുണ്ട് ഇവിടെ, അതെടുക്കൂ ആയിഷ, ഞാനതെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് കൊടുത്താട്ടെ എന്ന് പറഞ്ഞു. ആ പാല് എനിക്ക് നേരെ വെച്ചു നീട്ടിയപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായെന്ന് അബൂ ഹുറൈറ പറയുകയാണ്. കാരണം ഒട്ടിയ വയറുമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ അവസ്ഥ കണ്ട് എനിക്കത് കുടിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ മുത്തുനബിയോട് തന്നെ കുടിക്കാൻ പറഞ്ഞു. മുത്തുനബി നിർബന്ധിച്ച് എന്നെ കുടിപ്പിച്ചു. അല്പം കുടിച്ച് ഞാൻ മുത്തുനബിക്ക് തന്നെ തിരിച്ചു നീട്ടിയപ്പം വീണ്ടും നിർബന്ധിച്ചു കുടിച്ചു. ഒരു തുള്ളി പോലും എന്റെ വയറ്റിൽ
കുടിക്കാൻ പറ്റാത്ത വിധം വയറ് നിറഞ്ഞതിനു ശേഷം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങിയത് കുടിച്ചു, തന്റെ കുടുംബത്തിനെയും കുടിപ്പിച്ചു. ഇതായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹ പ്രകടനങ്ങളുടെ ഉദാഹരണങ്ങൾ. ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു ഇന്ന് റബീഉൽ അവ്വൽ 12 ആ തിരുനബിയെ സ്നേഹിക്കാൻ, ഹബീബിന്റെ ജന്മദിനം കൊണ്ടാടി ഹബീബിനെ സ്നേഹിക്കാൻ, അവിടുത്തെ മദ്ഹുകൾ പറയാൻ, സ്നേഹിക്കാൻ പ്രമാണങ്ങൾ തേടി നടക്കുന്നവരോട് നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കാൻ വിടൂ എന്ന് പ്രഖ്യാപിച്ച് ഉമ്മയെ സ്നേഹിക്കാൻ, വാപ്പയെ സ്നേഹിക്കാൻ, ഭാര്യയെ സ്നേഹിക്കാൻ, നേതാക്കളെ സ്നേഹിക്കാൻ ഒന്നും പ്രമാണങ്ങൾ അന്വേഷിക്കാത്തവർ മുത്തുനബിയെ സ്നേഹിക്കാൻ മാത്രം പ്രമാണം അന്വേഷിക്കുന്നു. എങ്കിലോ ആ തിരുനബി സ്നേഹം പ്രമാണങ്ങളിൽ നിറഞ്ഞു കിടക്കുകയുമാണ്. അവരോട് നമുക്കൊന്നു മാത്രം പറയാം, നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകുക, ഞങ്ങൾ ഞങ്ങളുടെ ഹബീബിനെ സ്നേഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.